ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം, 2000-ന്റെ കറൻസി അല്ലെങ്കിൽ 2000 രൂപ നമുക്കിപ്പം വിപണിയിൽ ഈ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഇപ്പോൾ ഇല്ലേ ലഭ്യമല്ല. പക്ഷേ ഇപ്പോഴും RBIയുടെ പ്രസ്താവന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അതിപ്പോഴും ഒരു ലീഗൽ ടെൻഡർ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് RBI പറയുന്നത്. ലീഗൽ ടെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് നിയമപരമായിട്ട് നിയമസാധുത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും അതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നറിയാം. ലീഗൽ ടെൻഡർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും RBIയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവർ 2000 രൂപ പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത ആ ഒരു കാലയളവ് അല്ലെങ്കിൽ 2000 രൂപയുടെ സർക്കുലേഷൻ അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി തീർച്ചയായിട്ടും RBIയിലേക്ക് ഈ നോട്ട് അവർ സർക്കുലേഷനിൽ നിന്ന് പിൻവലിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും RBIയുടെ കൈകളിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അതിപ്പോഴും അതുകൊണ്ട് ഒരു ലീഗൽ ടെൻഡറായിട്ട് അല്ലെങ്കിൽ ഒരു നിയമസാധുത ഉണ്ട് എന്നാണ് RBI പറയുന്നത്. കാരണം ഈ നോട്ടുകൾ ഇപ്പോഴും രാജ്യത്ത് അതിൻ്റെ ബാക്കി അല്ലെങ്കിൽ വിപണിയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ട് അതിൻ്റെ കുറേ അളവിൽ. അപ്പം അത് ഇപ്പോഴും തീർച്ചയായിട്ടും ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിക്കും എന്നാണ് RBI പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അതൊരു ലീഗൽ ടെൻഡറായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. ഏകദേശം നമുക്കറിയാം 2023 മെയ് 19-നാണ് RBI ഇതിൻ്റെ സർക്കുലേഷൻ അല്ലെങ്കിൽ ഈ 2000 ഡിനോമിനേഷൻ ബാങ്ക് നോട്ടിൻ്റെ സർക്കുലേഷൻ വിഡ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിഡ്രോവൽ കാരണം 2023 മെയ്യിലാണിത് പിന്നെ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് RBI. 2023 ഒക്ടോബർ 9 വരെ ഈ പറഞ്ഞ ആൾക്കാരുടെ കൈകളിലുള്ള 2000-ന്റെ നോട്ട് അന്ന് നമുക്ക് സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണുന്ന ബാങ്കുകളിൽ കൊണ്ട് നമുക്കത് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നമ്മുടെ കയ്യിൽ അന്ന് 2000 രൂപയുടെ നോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കന്ന് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുകയായിരുന്നല്ലോ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംവിധാനമായിരുന്നല്ലോ ഗവൺമെൻറ് RBI അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ട്. അതിനുശേഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ 2000 രൂപ നോട്ടുകൾ RBIയിലേക്ക് എത്തിയത് ഏകദേശം ഇതുവരെ ഉള്ള കണക്കനുസരിച്ചിട്ട് 98.41% മാത്രമാണ് RBIയുടെ കൈകളിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. അത് 2000 രൂപ 2000 ഈ ബാങ്ക് ഡിനോമിനേഷൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ 98.41% ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോഴും നിയമപരമായിട്ട് സാധുതയുള്ളതായിട്ട് ലീഗൽ ടെൻഡറായിട്ട് അത് നിലനിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കി ഏകദേശം 1.59% വിപണിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും അത് ലീഗൽ ടെൻഡറായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. ഏകദേശം 5669 കോടി രൂപയുടെ വില വരുന്ന അല്ലെങ്കിൽ മൂല്യം വരുന്ന ഈ 2000 രൂപയുടെ നോട്ടുകൾ വിപണിയിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ കൈവശമോ ഉണ്ടെന്നാണ് RBIയുടെ കണക്കനുസരിച്ച് പറയുന്നത്. 2025 ഡിസംബർ 31 വരെയുള്ള കണക്കിലാണ് 98.41% ഇപ്പോൾ RBIയുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി 1.59%, അതായത് 5669 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള മൂല്യത്തിലുള്ള 2000 രൂപയുടെ നോട്ടുകൾ വിപണിയിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ കൈവശമുണ്ടെന്നാണ് RBI പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി ഈ പറഞ്ഞ 1.59%, 98.41%-ന്റെ ബാക്കി ജനങ്ങളുടെ കൈവശമുള്ള അല്ലെങ്കിൽ വിപണിയിലുള്ള 1.59%, അതായത് 5669 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഈ പറഞ്ഞ 2000 രൂപയുടെ നോട്ടുകൾ തിരിച്ച് എടുക്കുന്ന ഒരു പ്രക്രിയ ഇപ്പോഴും RBI ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് നിലനിർത്തുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും ശതമാനത്തിൽ ഈ 1.51% അല്ലെങ്കിൽ രൂപ കണക്കിൽ 5669 കോടി രൂപ ഇപ്പോഴും അത് ഗവൺമെൻറ് തിരിച്ച് അവരുടെ കൈകളിലേക്ക് എന്താണ് തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ നമുക്ക് പഴയ പോലെ ബാങ്കുകളിൽ കൊണ്ടുപോയി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമുക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പുതിയ RBIയുടെ ഒരു എന്താണ് പറയുന്നത് അവരുടെ റിപ്പോർട്ടും പ്രകാരം അല്ലെങ്കിൽ അവർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നേരത്തെ നമുക്ക് ഒക്ടോബർ 27 2021 വരെയായിരുന്നു സാധാരണ ബാങ്കുകളിൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കൈവശമുള്ള നോട്ടുകൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. RBIയുടെ ഇഷ്യൂ ഓഫീസുകൾ വഴി മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു, ഇനി ആരുടെ കൈവശം ഈ പറഞ്ഞ 2000 രൂപ ഉണ്ടെങ്കിൽ അവർക്കത് തിരിച്ച് ഈ പറഞ്ഞ ബാങ്കിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് ഈ പറഞ്ഞ 2000 രൂപ തിരിച്ചു കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ RBIയുടെ ഇഷ്യൂ ഓഫീസുകൾ വഴി മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ്. അതായത് രാജ്യത്ത് ഏകദേശം 19 RBIയുടെ ഇഷ്യൂ ഓഫീസുകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നേരിട്ട് പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു പിന്നെ എന്താണ് പറയുന്നത് പോസ്റ്റ് ഓഫീസുകൾ വഴിയോ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു സംവിധാനത്തെ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇന്ത്യ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് ഇൻഷുർ ചെയ്തിട്ട് തപാലായിട്ട് ഈ പറഞ്ഞ RBIയുടെ ഇഷ്യൂ ഓഫീസിലേക്ക് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കൈവശമുള്ള 2000-ന്റെ നോട്ടുകൾ, അതിപ്പോൾ ഒരെണ്ണമായാലും ശരി 10 എണ്ണമായാലും 100 എണ്ണമായാലും നമുക്കത് എത്തിക്കാൻ സാധിക്കും. എന്നിട്ട് അപ്പോൾ അതിനൊരു പ്രോസസ്സുണ്ട്, ഏതെങ്കിലും ഡോക്യുമെന്റേഷൻ കാണും. തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ RBIയുടെ ഇഷ്യൂ ഓഫീസിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ RBIയുടെ ഇഷ്യൂ ഓഫീസ് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ RBI പറയുന്നത് 2000 രൂപ നോട്ട് ഇത്രയും നാളും ആരും മാറ്റിയിട്ടില്ലെങ്കിൽ അതൊരു കുറ്റകരമായിട്ട് ഇതിനെ കണക്കാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും തീർച്ചയായിട്ടും ബാക്കിയുള്ള നോട്ടുകളെ തിരിച്ച് എടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് RBI ഈ പറഞ്ഞ ഇതിനെ ലീഗൽ ടെൻഡറായിട്ട് നിലനിർത്തുന്നത്. അപ്പോൾ ഈ RBIയുടെ ഇഷ്യൂ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് നമുക്കറിയാം, ഇവിടെ കൊടുത്തിരിക്കുന്ന RBIയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഈ പറഞ്ഞ പ്രസ് റിലീസിനാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിഡ്രോവൽ ഓഫ് 2000 രൂപയുടെ ഡിനോമിനേഷൻ ബാങ്ക് നോട്ട്സ്. അപ്പോൾ അത് ഏകദേശം മെയ് 2023 സോറി മെയ് 19 2023 സമയത്ത് 2000 രൂപ വിഡ്രോ ചെയ്ത സമയത്ത് ഏകദേശം ഈ സർക്കുലേഷനിലെ 3.56 ലക്ഷം കോടി രൂപയുടെ 2000 നോട്ട് ഉണ്ടായിരുന്നു വിപണിയിൽ. അതിപ്പോൾ ഏകദേശം 5,669 രൂപ ബാക്കി നിൽപ്പുണ്ട് എന്നാണ് RBI പറയുന്നത്. എന്ന് പറഞ്ഞാൽ 98.45% നോട്ടുകളും RBIയുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കി 1.59% മാത്രമാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. അപ്പോൾ അതിനെ കൂടെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയാണ് ഇതൊരു ലീഗൽ ടെൻഡറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് RBI പറയുന്നത്. അപ്പോൾ ഈ RBIയുടെ ഇഷ്യൂ ഓഫീസ് എന്ന് പറയുന്നത് അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ബെലാപ്പൂർ, കേരളത്തിലെ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് മാത്രമാണ് RBIയുടെ ഇഷ്യൂ ഓഫീസ്. ഇപ്പം നമ്മുടെ കൈവശം RBIയുടെ ഈ പറഞ്ഞ 2000 നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തുള്ള RBIയുടെ ഇഷ്യൂ ഓഫീസിൽ ഡയറക്റ്റ് പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് RBIയുടെ ഇഷ്യൂ ഓഫീസിലേക്ക് നമുക്ക് തപാൽ വഴി നമുക്ക് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും RBIയുടെ ഇഷ്യൂ ഓഫീസ് നമ്മളിൽ നിന്നും കൈപ്പറ്റുന്ന ഈ പറഞ്ഞ 2000 രൂപയുടെ നോട്ടുകൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് നേരിട്ട് ഇപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി ഇത് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ല. അത് ഏകദേശം എന്നായിരുന്നു ഒക്ടോബർ 9 2023 മുതലാണ് RBI ഇഷ്യൂ ഓഫീസ് ഈ പറഞ്ഞ 2000 നോട്ട് സ്വീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ നമുക്ക് തീർച്ചയായിട്ടും ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് നമുക്കത് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതായത് വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ എൻറ്റിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ അവരുടെ കൈവശമുള്ള പണങ്ങൾ 2023 ഒക്ടോബർ 9 മുതൽ RBIയുടെ ഇഷ്യൂ ഓഫീസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആ ഒരു കാലയളവിൽ മെയ് 19 ഇതിനെ സർക്കുലേഷനിൽ നിന്ന് പിൻവലിച്ചത്. അപ്പം അതിനുശേഷം നമുക്ക് അന്ന് നിലവിലുള്ള നിലവിലുള്ളതിന് നമ്മൾ സാധാരണ നമ്മുടെ അടുത്തുള്ള നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളിലോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കൈവശമുള്ള 2000 രൂപയുടെ നോട്ടുകൾ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സൗകര്യമില്ല. RBIയുടെ ഇഷ്യൂ ഓഫീസിൽ മാത്രമേ നമുക്കിത് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ RBIയുടെ ഇഷ്യൂ ഓഫീസ് കേരളത്തിലെ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 18 ഇഷ്യൂ ഓഫീസാണ് പല സ്ഥലങ്ങളിലായിട്ടുള്ള ഇവിടെ കാണിച്ചിരിക്കുന്ന ബാംഗ്ലൂർ, ബെലാപ്പൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗുവാഹട്ടി, ഹൈദരാബാദ്, ജയ്പൂർ, ജമ്മു, കാൺപൂർ, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, നാഗ്പൂർ, ന്യൂഡൽഹി, പാറ്റ്ന ആൻഡ് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലുള്ള ആകെയുള്ള RBIയുടെ ഇഷ്യൂ ഓഫീസാണ് RBIയുടെ. അപ്പോൾ അവിടെ നമുക്ക് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള 2000-ന്റെ നോട്ടുകൾ നമുക്കവിടെ സബ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാനും അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് എന്താണ് പറയുന്നത് ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ല നമുക്ക് നേരിട്ട് ബാങ്കിൽ പോയി 2000 രൂപയുടെ നോട്ടുകൾ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ ഇനി നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ സാധിക്കത്തില്ല എന്നാണ് RBI പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. ഈ 2000-ന്റെ നോട്ടുകൾ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ 5,669 കോടി രൂപ
5669 കോടി രൂപയുടെ 2000 നോട്ടുകൾ ഇപ്പോഴും ഇന്ത്യ മുഴുവനായിട്ട്, ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് വിപണിയിലെ സമ്പദ് വ്യവസ്ഥയിലെ പല ആൾക്കാരുടെ കയ്യിലോ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളുടെ കയ്യിലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോഴും, അല്ലെങ്കിൽ RBI ഇപ്പോഴും അതിനെ ലീഗൽ ടെൻഡറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു പക്ഷേ തീർച്ചയായിട്ടും ഇനിയും കുറെ കൂടെ കഴിഞ്ഞ് അവർ ഈ പറഞ്ഞ ഒരു എന്താണ് പറയുന്നത്, ഇതിൻ്റെ ഈ റൂൾസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താണ് പറയുന്നത് നടപടിക്രമം ഒന്നുകൂടെ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആക്കും, ചിലപ്പോൾ നമ്മൾ അറിയാൻ പറ്റില്ല നമുക്ക്. ഇപ്പോഴും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംവിധാനമാണ് ഗവൺമെന്റ് നൽകുന്നത്. എന്നുവെച്ചാൽ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ സംവിധാനം ഉപയോഗിച്ച് ഇപ്പം തിരുവനന്തപുരത്ത് പോകുവാൻ, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്ക് 2000 രൂപയുടെ നോട്ടുകൾ കൈവശമുള്ള കേരളത്തിലുള്ള ആൾക്കാർക്ക് തിരുവനന്തപുരത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സമീപത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് RBIയുടെ ഇഷ്യൂ ഓഫീസിലേക്ക് ഈ പറഞ്ഞ പാഴ്സൽ സംവിധാനത്തിൽ കൂടെ നമുക്ക് ഈ നോട്ടുകൾ അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം അതിനകത്തിൽ തീർച്ചയായിട്ടും ഒരു ഡോക്യുമെന്റേഷൻ്റെ ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ RBIയുടെ ഇഷ്യൂ ഓഫീസിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ പറഞ്ഞ 2000 നോട്ടുകൾ കൂടി ഗവൺമെന്റിന്റെ കൈകളിൽ എത്തുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതിനോട് നമുക്ക് പറയാനുള്ളത്, അതായത് നമുക്കറിയാം ഈ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ നോട്ട് നിരോധനം, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈകളിലുള്ള ഈ നോട്ടുകളായ കറൻസികൾ, കോയിനുകൾ എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓണർഷിപ്പ്, നമുക്കല്ല അതിൻ്റെ ഓണർഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ ഏത് രാജ്യത്തായാലും, ഇപ്പം നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഏത് രാജ്യത്തെ കറൻസിയുടെ ആയാലും കോയിൻ്റെ ആയാലും എല്ലാ രാജ്യത്തും കറൻസികളും കോയിനുകളൊക്കെ. ഇപ്പം നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൈവശമുള്ള, നമ്മുടെ പക്കലുള്ള കറൻസികൾ, അതിപ്പോൾ ഏത് കറൻസി ആയാലും 2000-ൻ്റെ ആയാലും 1000-ൻ്റെ ആയാലും 500 ആയാലും, അതായത് നിലവിലുള്ള ലീഗൽ ടെൻഡറായിട്ടുള്ള RBI നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ലീഗൽ ടെൻഡറായിട്ട് പിന്നെ നിലനിർത്തിയിട്ടുള്ള അല്ലെ അംഗീകരിച്ചിട്ടുള്ള കറൻസി നോട്ടുകൾ നമ്മുടെ കൈവശമുണ്ട്. എല്ലാവരുടെയും കൈവശമുണ്ട്. ഏറിയും കുറഞ്ഞുമുള്ള തോതിലൊക്കെ ഉണ്ട്. നമ്മൾ പറയും പണം കൂടുതലുള്ളവർ, പണം കുറവുള്ളവർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം എന്നാൽ തന്നെയും നമ്മുടെ കൈവശമുള്ള നോട്ടുകളുടെ മുകളിൽ ഓണർഷിപ്പ് നമുക്കല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം നമുക്കാണ് ഓണർഷിപ്പ് എങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ്, നമുക്കറിയാം 2016 എന്തുകൊണ്ട് അവർക്ക് നോട്ട് നിരോധിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഇതിനെ ഡിമോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഗവൺമെന്റിനാണ് ഈ കറൻസിയുടെ മുകളിൽ ഉള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. കാരണം അവർക്ക് ഏത് സമയത്തും ഇതിനെ ഡിമോണിറ്റൈസ് ചെയ്യാനും സർക്കുലേഷനിൽ നിന്ന് അവർക്ക് ഏത് കറൻസിയെ അവർക്ക് വിത്ഡ്രോ ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്, പവറുണ്ട്. അവർക്ക് മാത്രമേ ഉള്ളൂ. RBI/ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് എന്നുവെച്ചാൽ നമ്മുടെ സോവറൻ ഗവൺമെന്റിന്, നമ്മുടെ ഭരണകൂടത്തിന് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. കാരണം ഈ നോട്ടുകളുടെ എല്ലാം മുകളിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം നമ്മുടെ ഗവൺമെന്റിനാണ്, RBIക്കാണ്. അവർക്ക് ഏത് സമയത്തും സർക്കുലേഷനുള്ള നോട്ടുകളെ പിൻവലിക്കാനും പുതിയ നോട്ടുകൾ വേണമെങ്കിൽ അവർക്ക് പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം അവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലുള്ള പൗരന്മാർക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ നോട്ട് ബാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെ ഡിമോണിറ്റൈസ് ചെയ്യുമ്പോഴോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് എൻ്റെ സ്വന്തം പൈസയാണ്, എൻ്റെ സ്വന്തം പണമാണ്, ഇത് ഞാൻ തരത്തില്ല, നിങ്ങൾക്കിത് പിൻവലിക്കാൻ സാധിക്കത്തില്ല എന്നൊന്നും നമുക്ക് പറയാനുള്ള അധികാരമില്ല, നമുക്ക് പറയാനുള്ള അവകാശമില്ല. നമുക്കതിനെ ഒരു കോർട്ട് ഓഫ് ലോയിലും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതൊന്നും ഒരിക്കലും ഒരു കോടതിയിൽ പോയി നമുക്ക് ഈ പറഞ്ഞ ഇതൊരു വിഷയമായിട്ട് നമുക്ക് ഇത് നമ്മളുടെ എന്താ പറയുന്നത് മൗലിക അവകാശമാണ്, ഇതെൻ്റെ നോട്ടാണ്, ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, ഇത് ഞാൻ തരത്തില്ല എന്ന് നമുക്ക് പറയാനുള്ള അധികാരമേ ഇല്ല. ഏത് രാജ്യത്തെ ഏത് ഗവൺമെന്റും അവരെപ്പോൾ തീരുമാനിക്കുന്നു അവർക്ക് ആ രാജ്യത്ത് നിലവിലുള്ള കറൻസികളെ അവർക്ക് വിത്ഡ്രോ ചെയ്യാനും ഡിമോണിറ്റൈസ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള കറൻസി പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് അതിനെ മോണിറ്റൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ആ കറൻസിയുടെ മുകളിൽ, മണിയുടെ മുകളിൽ ഉള്ള പൂർണ്ണാധികാരം അതാത് ഗവൺമെന്റുകൾക്കാണ്, അതാത് രാജ്യത്തെ ഗവൺമെന്റുകൾക്കാണ് എന്നുള്ളൊരു വസ്തുത നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഈ നോട്ടിനെ, ഏതെങ്കിലും സർക്കുലേഷനുള്ള നോട്ടിനെ ബാൻ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും അവർ അതിനുള്ള ഓൾട്ടർനേറ്റീവുള്ള സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2000 രൂപയുടെ അത് തീർച്ചയായിട്ടും അവർ സർക്കുലേഷനിൽ നിന്ന് വിഡ്രോ ചെയ്തപ്പോൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കത് ബാങ്ക് അക്കൗണ്ടുകളിൽ കൊണ്ട് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. അത് നമ്മളുടെ പൈസയുടെ ഭാഗമായി മാറും. എന്നിരുന്നാൽ തന്നെയും പറഞ്ഞു വരുന്നത്, നമ്മളുടെ കയ്യിലുള്ള കറൻസിയുടെ മുകളിൽ പൂർണ്ണമായിട്ടുള്ള ഓണർഷിപ്പ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ RBIക്കാണ്. RBI സെൻട്രൽ ബാങ്കിനാണ്. അപ്പോൾ അവർക്ക് ഏത് സമയത്തും ഇതിനെ
ഡിമോണിറ്റൈസ് ചെയ്യാനും ഇതിനെ ബാൻ ചെയ്യാനും നോട്ടിനെ ബാൻ ചെയ്യാനും കറൻസിയെ ബാൻ ചെയ്യാനും അത് സർക്കുലേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാനും അവർക്ക് സാധിക്കും. നമുക്ക് അവിടെ ഒരു കോർട്ടിലും പോയിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താല്പര്യ ഹർജി സമർപ്പിക്കാനോ കൊടുക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പോൾ ഈ പറഞ്ഞ 500-ന്റെ നോട്ട് ഗവൺമെന്റ് പിൻവലിച്ചിട്ട് പുതിയതായിട്ട് 1000-ന്റെ നോട്ട് പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് പൗരന്മാർക്ക് കോടതിയിൽ പോകുവാനോ അല്ലെങ്കിൽ ഒരിടത്തും പോയിട്ട് നമുക്കിത് പറയാനോ ഒന്നുള്ള അധികാരവും ഇല്ല. നമുക്കതിനുള്ള എന്താണ് പറയുന്നത് ഒരു അതിനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക്. ഗവൺമെന്റ് എന്ത് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു അത് നമുക്ക് സ്വീകരിക്കുക അല്ലെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് പൗരന്മാർക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ നോട്ടിന്റെ മുകളിൽ നമ്മുടെ കൈവശമുള്ള നോട്ട് അത് എന്ത് തന്നെയായാലും ശരി അതിന്റെ മുകളിലുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം സോവറിൻ റൈറ്റ് എന്നൊക്കെ പറയും, സോവറിൻ പവർ അല്ലെങ്കിൽ സോവറിൻ അതോറിറ്റി എന്നൊക്കെ പറയും. അത് ഗവൺമെന്റിനാണ്, അതാത് രാജ്യത്തെ ഗവൺമെന്റിനാണ്. അവരെ ഏത് നിമിഷം ഇതിനെ ബാൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നോ അല്ലെങ്കിൽ ഇതിനെ ഡിമോണിറ്റൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നോ അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഡിമോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അവർക്ക് ജനങ്ങളുടെ പിന്നെ താല്പര്യങ്ങളെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പല രാജ്യങ്ങളിലും പല കാലഘട്ടങ്ങളിലായിട്ട് ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ പ്രക്രിയകൾ ഇതുമായിട്ട് സമാനമായിട്ടുള്ള പ്രക്രിയകളെല്ലാം നടക്കുന്നുണ്ട്. അത് ജനങ്ങളോട് ചോദിച്ചിട്ടോ അല്ലെ ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാകുമോ എന്നൊന്നും വിചാരിച്ചൊന്നുമില്ല ഗവൺമെന്റ് ചെയ്യുന്നത്. ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ അവർ ഒരുപക്ഷെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ചില നയപരിപാടികളുടെ പേരിലായിരിക്കാം, ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ അവരുടെ ചില താല്പര്യങ്ങളുടെ പേരിലായിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഭരണകൂടം എന്ന് പറയുന്ന സംവിധാനത്തിന് ആണ് ഇതിന്റെ മുകളിലുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം. അതുകൊണ്ട് തീർച്ചയായിട്ടും അവര് എപ്പോൾ ഇതിനെക്കുറിച്ച് ഏത് രീതിയിലുള്ള തീരുമാനമെടുത്താലും അത് അവർക്ക് പൂർണ്ണമായിട്ടും രാജ്യം എമ്പാടും അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ കാരണം അതിന്റെ അധികാരം അവർക്കാണ്. നമുക്കാർക്കും ജനങ്ങൾക്ക് ഒരു രീതിയിൽ അതിനെ വെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കതിനെ എന്താണ് പറയുന്നത് എതിർക്കുവാനോ പ്രതിരോധിക്കുവാനോ സാധിക്കത്തില്ല. അതിനുള്ള സംവിധാനം ഇന്ന് നമ്മളുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളതിനാണ് ഒരു സത്യം അല്ലെങ്കിൽ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഏത് പൊളിറ്റിക്സ് ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് തരത്തിലുള്ള എന്താണ് പറയുന്നത് ഭരണ ക്രമീകരണം ആണ് ഇവിടെ നടക്കുന്നതെങ്കിൽ തന്നെയും അൾട്ടിമേറ്റ്ലി ഈ മണി എന്ന് പറയുന്ന ഒരു സംവിധാനം അതുമായിട്ട് നമ്മൾ പറയുമ്പോൾ ഏത് രാജ്യത്തെ മണി സപ്ലൈ അല്ലെങ്കിൽ മണിയുടെ കറൻസിയുടെ പ്രിന്റിങ്ങും സർക്കുലേഷനും അവിടുത്തെ സോവറൻ ഗവൺമെന്റ് അൾട്ടിമേറ്റ് അബ്സല്യൂട്ട് അതോറിറ്റിയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്ന രീതിയിൽ മാത്രമേ ഏത് ഡിനോമിനേഷനുള്ള കറൻസി പ്രിന്റ് ചെയ്യണം, സർക്കുലേറ്റ് ചെയ്യണം, ഏത് കറൻസി ഇപ്പോൾ സർക്കുലേഷനുള്ള ഏത് കറൻസി അല്ലെങ്കിൽ ഏത് കോയിൻ അവർക്ക് വിഡ്രോ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാര പരിധിയിലുള്ളതാണ്. അത് പൗരന്മാർക്ക് ഒരു രീതിയിലും അതിനകത്തില്ല, യാതൊരു രീതിയിലുള്ള സേയും ഇല്ല, യാതൊരു രീതിയിലുള്ള അധികാരമില്ല. നമുക്ക് ഒരു രീതിയിലുള്ള എന്താണ് പറയുന്നത് ഈ അതിനെക്കുറിച്ച് നമുക്ക് പുറത്തുനിന്ന് അഭിപ്രായങ്ങൾ പറയാമെന്നല്ലാതെ മറ്റു രീതിയിൽ യാതൊരു രീതിയിലുള്ള സ്വാധീനം നമുക്ക് പൗരന്മാർക്ക് അതിനകത്ത് ചെലുത്താൻ കഴിയില്ല. അതെല്ലാം വളരെ എന്താണ് പറയുന്നത് വളരെ ഈ സീക്രട്ടീവ് ആയിട്ടുള്ള ഇതൊന്നും നമ്മൾ അറിയത്തുപോലുമില്ല. കാരണം ഏത് സമയത്ത് എത്രത്തോളം ഇവിടെ കറൻസി പ്രിന്റ് ചെയ്യുന്നു സർക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിനെക്കുറിച്ചുള്ള വാർത്തകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും നമുക്ക് ഈ RBIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അവരുടെ ഇതുപോലുള്ള പ്രസ് റിലീസിൽ കൂടോ അല്ലെങ്കിൽ അത് അവരുടെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കൂടെ ഒക്കെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. നല്ലത് നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളിൽ ആശ്രയിക്കുന്ന ജനങ്ങളായതുകൊണ്ട് അവിടെ നിന്ന് ഒരിക്കലും ഇതിനെക്കുറിച്ചുള്ള ഏത് കറൻസി പ്രിന്റ് ചെയ്യുന്നു, എപ്പോൾ പ്രിന്റ് ചെയ്യുന്നു, എത്രത്തോളം പ്രിന്റ് ചെയ്യുന്നു, എത്രത്തോളം സർക്കുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ നമ്മൾ പൊതുധാരയിൽ അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ ഒരിക്കലും കേൾക്കാറില്ല, നമ്മളായിട്ട് അറിയിപ്പിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെയും പൂർണ്ണമായിട്ടുള്ള അധികാരത്തിലായതുകൊണ്ട് ഇത് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അറിയിക്കാത്തത്. നമ്മൾക്ക് അറിയേണ്ട ആൾക്കാർ ഒരുപക്ഷെ ഇതുപോലുള്ള എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും സോഴ്സിൽ കൂടെ അവർ അറിയാൻ ശ്രമിക്കും. അത് പക്ഷേ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇന്ത്യയിലെ ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾ ഏത് രാജ്യത്തെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുന്ന പൗരന്മാരുടെ എണ്ണം അളവ് വളരെ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ 2000 രൂപയുടെ ഇപ്പോൾ സർക്കുലേഷനിൽ ബാക്കിയുള്ളത് ഏകദേശം 5669 കോടി രൂപയാണ്. ഇനി ആരുടെ എങ്കിലും കയ്യിൽ 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതി അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർഗത്തിൽ കൂടെ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റിലേക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് RBIയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് 19 ഇഷ്യൂ ഓഫീസ് അതായത് കേരളത്തിലുള്ള തിരുവനന്തപുരം ഇഷ്യൂ ഓഫീസുണ്ട്. അതുവഴി നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ കൈവശമുള്ള 2000-ന്റെ നോട്ടുകൾ ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ RBIയിലേക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ RBI ഇതൊരു ലീഗൽ ടെൻഡറായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ തുടർന്നുകൊണ്ട് പോകുന്നത്.
കാരണം ഈ ബാക്കിയുള്ള ഈ പറഞ്ഞ 5669 കോടി രൂപയുടെ 2000 നോട്ടുകൾ അവർക്ക് തിരിച്ച് വിപണിയിൽ നിന്നും അവരുടെ കൈകളിൽ എത്തിക്കാനുള്ള ഒരു എന്താണ് പറയുന്നത് മെത്തേഡിന് വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു ആം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് അവരിപ്പോഴും ലീഗൽ ടെൻഡറായിട്ട്. ഇപ്പോൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ ആളുടെ കൈവശം എത്ര ഉണ്ടോ എന്നുള്ളത് ഒരു വിഷയമല്ല, ആർക്കും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കൂടെ ബാക്കി 1.59% വരുന്ന 2000-ന്റെ കറൻസികളെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് ലീഗൽ ടെൻഡറായിട്ട് നിലനിർത്തിയിരിക്കുന്നത്.